السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. വേദിയിലുള്ള ബഹുമാന്യരായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ടി കെ അഷ്റഫ്, ഷാഹുൽ ഹമീദ് തുടങ്ങി ഈ നാട്ടിലെ പൗരപ്രമുഖരും പ്രധാനികളുമായ ആളുകളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരു നാട്ടിൽ ഒരു പള്ളി വരിക എന്ന് പറയുന്നത് ആ നാട്ടിൻ്റെ ഒരു വലിയ സൗരഭ്യമാണ്. നിങ്ങളെല്ലാവരുടെയും മുഖത്ത് കാണുന്ന സന്തോഷവും ആഹ്ലാദവും അത് പറയാതെ പറയുന്നു. ഒരു സമൂഹത്തെയും ഒരു തലമുറയെയും നന്നാക്കിയെടുക്കാനുള്ള വഴി എന്താണ് എന്നന്വേഷിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഒരു പള്ളിയുടെ സ്ഥാപനം. ഒരു നാട്ടിലൊരു പള്ളി ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മുസ്ലിങ്ങൾ 5 നേരവും അവരുടെ ഒഴിവും മറ്റ് ജോലിത്തിരക്കുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 5 നേരവും പ്രാർത്ഥനയ്ക്ക് ആ പള്ളിയിൽ എത്തിയാൽ അതൊരു വലിയ കൂട്ടിപ്പിടുത്തം എന്ന് നമ്മൾ സാമാന്യ മലയാളത്തിൽ പറയും. അതൊരു വലിയ കണ്ണിയാണ്, കണ്ണി ചേർക്കലാണ്. മുസ്ലിങ്ങളുമായി ഏകോദര സഹോദരന്മാരായി കണ്ണി ചേർക്കലാണ് ആ 5 നേരത്തെ ജമാഅത്തിന് അവരുടെ പ്രദേശത്തുള്ള ഒരു പള്ളിയിൽ പ്രാദേശികമായി അവർ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരുടെ ശ്രദ്ധയിൽ എല്ലാ കാര്യങ്ങളും പെടും. ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ, മധ്യവയസ്കന്മാർ, പ്രായമുള്ളവർ, സ്ത്രീകൾ, പുരുഷന്മാർ എല്ലാവരും അവിടെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ നാട്ടിലെ മോശപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അവിടേക്ക് കടന്നു വരാനുള്ള പഴുതുകൾ ഉണ്ടാവുകയില്ല. അഥവാ അതിന് എങ്ങനെയെങ്കിലും പിശാച് ശ്രമിച്ചാൽ തന്നെ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ആത്മീയമായ ശക്തിയും ആത്മധൈര്യവും ആ പള്ളികൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ മറ്റൊരു കാര്യവും ചിന്തിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ആദ്യം ചിന്തിച്ച കാര്യം അവിടെ പള്ളിയെടുക്കുന്ന കാര്യമാണ്. ആർക്കെങ്കിലും വീടുണ്ടോ, വേറെ എന്തെങ്കിലും വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടോ ഇവിടെ എന്നൊന്നുമല്ല, അതിനുള്ള സൗകര്യങ്ങളുമല്ല നബി അന്വേഷിച്ചത്. നേരെ മറിച്ച് അതിന് സ്ഥലം കണ്ടെത്തി എല്ലാവരുടെയും പരിപൂർണമായ സഹകരണത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മസ്ജിദുൻ നബവി പടുത്തു, ഉയർത്തി. അതിനു മുമ്പ് ഹിജ്റയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അനുബന്ധ സ്ഥലങ്ങളിലും ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പള്ളിയുടെ പ്രാധാന്യം എന്താണെന്ന്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പള്ളിയുടെ പരിപാലനവും അതിൻ്റെ ഭരണവും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്കുള്ളതാണ്. അവരെ കൃത്യസമയങ്ങളിൽ നമസ്കാരം നിലനിർത്തുകയും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിർബന്ധദാനം നിർവഹിക്കുകയും ചെയ്യും. ഈ പള്ളികളുമായി ബന്ധപ്പെടുന്ന അവർ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും ഭയപ്പെടുന്നില്ല. വലം യഖ്ശ ഇല്ലല്ലാഹ് അസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അവരാണ് ഹിദായത്ത് കിട്ടിയവർ. നമുക്ക് ചില പള്ളികളിലൊക്കെ കയറാൻ പേടിയാണ്. കാരണം അവിടെ സാധാരണ നിലയ്ക്ക് നിസ്കാരത്തിനൊന്നും വലിയ ആളുകൾ ഉണ്ടാവില്ല. പിന്നെ ആ പള്ളിയുടെ പരിസരത്തൊക്കെ കീറിയ കുപ്പായവും അതുപോലെ തന്നെ വൃത്തികെട്ട ശരീരവും, ചിലപ്പോൾ ഭാഷാപരമായി തന്നെ നമുക്കറിയാത്ത ചില ഗോഷ്ഠികളും കാണിക്കുന്ന കുറെ മാനസിക രോഗികൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടാവും. ചില ആരാധനാലയങ്ങളുടെ സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ്.
അതിനപ്പുറത്ത് ഒരു വലിയ ചുമരിന്റെ അകത്ത് ഒരു ഔലിയ ഉണ്ടാകും. ആൾ മരണപ്പെട്ടു പോയ ഏതോ ആരോ എന്ന് നമുക്ക് വ്യക്തമായി അറിയാത്ത ഒരാളുടെ ഭൗതിക ശരീരം മറവ് ചെയ്ത ഒരു ഖബറുണ്ടാകും. ആ ഖബറുമായി ചുറ്റിപ്പറ്റിയാണ് ഈ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും കാണിക്കകൾ കിട്ടാനും അതുപോലെ തന്നെ അവിടെയുള്ള ആരാധന അർപ്പിക്കുവാനും. എന്നാൽ ആ പള്ളിയുടെ അകത്ത് നടക്കുന്ന പള്ളി ആരാധനാ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നും അവർക്കുണ്ടാകാറില്ല. എന്തെങ്കിലും ചില ചടങ്ങിന് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവിടെ നമസ്കരിച്ചു പോകും. സഹോദരന്മാരെ, ഖബറുകളുള്ള പള്ളികളിൽ നമസ്കരിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഖബർസ്ഥാനം വേറെ, പള്ളി വേറെ. പള്ളി അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ്. കാരണം ആ പള്ളിയുമായി അറ്റാച്ച് ചെയ്ത് ഒരു ഖബർസ്ഥാനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിശാസന്ധിയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാർ വഴിതെറ്റിപ്പോവുകയും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന കാര്യത്തിൽ മനുഷ്യരെ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ധാരാളം ഭയപ്പാടുകൾ നൽകി പടച്ചവനല്ലാത്ത ആളുകളിലേക്ക് മനുഷ്യ വർഗത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് അവിടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാക്കും. പള്ളി അവിടെ ഒരൊറ്റ ബിംബങ്ങളില്ല, പ്രതിഷ്ഠകളില്ല, ചിത്രങ്ങളില്ല, ഒന്നുമില്ല. ഒരു കാലി സ്ഥലം. ആർക്കും മുസ്ലിം പള്ളികൾ കയറി നോക്കാം. വൃത്തിയുള്ള ഒരു സ്ഥലം. ആളുകൾക്ക് നമസ്കരിക്കാൻ ഒരു വിരിപ്പിട്ടുണ്ടാകും. പ്രസംഗങ്ങൾ കേൾപ്പിക്കാൻ ഒരു മിമ്പർ ഉണ്ടാകും. നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് നമസ്കരിച്ച് നേതൃത്വം കൊടുക്കാൻ ഒരു മെഹ്റാബ് ഉണ്ടാകും. ബാക്കിയൊക്കെ സാധാരണമായിട്ടുള്ള ഒരു സ്ഥലം, കുറച്ച് വിശാലമായ ഒരു ഹാള്. ഇതാണ് പള്ളി. അവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊരു എന്തെങ്കിലും ഒരു ഇമേജ് അവിടെ ഇല്ല. നേരെ മറിച്ച് അവിടെ ആ ഭവനം അത് അള്ളാഹുവിനുള്ളതാണ്. ബുയൂത്തുല്ലാ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്നാണ് അള്ളാഹുവിന്റെ പേരിട്ട് വിളിച്ചിട്ടുള്ളത്. പടച്ചോന്റെ പള്ളികളാണ്. വേറെ ആർക്കും അതിൽ ഒരു അവകാശവാദവുമില്ല. അള്ളാഹിന്റെ പള്ളി ബൈത്തുല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പള്ളി എന്നാണ് അതിന് പേരിട്ട് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പള്ളികൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട പള്ളികൾ, അത് പരിപാലിക്കേണ്ടത് ഇന്നമായ അമറു മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ പള്ളികൾ നിർബന്ധമായും അത് പരിപാലിക്കപ്പെടുന്നത് ഈ പറഞ്ഞ ആളുകളാലാണ്. മൻ ആമന ബില്ലാഹി, അള്ളാഹുവിലുള്ള വിശ്വാസം വേണം. വൽ യൗമിൽ ആഖിർ, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസം വേണം. അതുപോലെ തന്നെ നമസ്കാരം നടത്തുന്ന വഖാമസ്സലാത്ത വആത്ത സക്കാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് അസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ. അതുകൊണ്ട് തന്നെ ഒരു വലിയ സന്തോഷം, ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാം പങ്കാളികളാണ്. മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള പള്ളികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല പള്ളികളുടെയും അതിന്റെ ആരംഭത്തിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അതിൽ ഒരു സന്തോഷകരമായ കാഴ്ച, ആ പള്ളി നിർമ്മിച്ചവരും അതിന്റെ പങ്കാളികളായ അവരും ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കേണ്ടവരും, അങ്ങനെ എല്ലാ ആളുകളും അത്യുത്സാഹപൂർവമാണ് അവിടെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ ഈ പോകുന്ന യാത്രാ സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് പള്ളികളുണ്ട്. ഇവിടെ ഹൃദ്യമായ പള്ളികൾ. നമ്മുടെ ഈ പരിസരത്തൊക്കെ വന്ന പല പള്ളികളും, ഞാൻ പ്രത്യേകം പള്ളിയുടെ പേരെടുത്ത് പറയുന്നില്ല, അതിലൂടെ നമ്മൾ കാറ് പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വേറെയും കുറെ കാറുകൾ അതിന്റെ പരിസരത്ത് കാണും. ഒക്കെ ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ അവിടെ കയറിയാൽ എന്തൊരു ഈമാനാണ്, എന്തൊരു അന്തസ്സാണ് അത്തരം പള്ളികളിൽ കയറുമ്പോൾ. കാരണം കയറുന്ന ആളുകളൊക്കെ അവരെ സ്വീകരിച്ചും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു. അവിടെ ആ പള്ളിയുടെ പരിപാലിക്കുന്ന ആളുകളുണ്ടാവും. അവർ വെറുതെ ഇങ്ങനെ തേരാപാര നടക്കുന്ന ആളുകളല്ല. അവിടെ കുടിവെള്ളം വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ മൂത്രിക്കുന്ന സ്ഥലം വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ടാകും. ഒന്നെടുക്കുന്ന ടാപ്പിലൊക്കെ ശരിക്കും വെള്ളം ഉണ്ടാകും. അത് ഒഴിച്ചു പോകുന്ന സ്ഥലത്തൊന്നും ഒരു വൃത്തികേടും ഉണ്ടാവുകയില്ല. ഒരു ചെറിയ കുറുമ്പ് പോലും കണ്ടെത്താൻ പ്രയാസമാണ്. അങ്ങനെ പള്ളികളെ പരിപാലിക്കുന്ന ആളുകളുണ്ട്. മിക്കവാറും മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൈകാര്യം ചെയ്യുന്ന മിക്ക പള്ളികളും ഈ സ്വഭാവമുള്ളതാണ്. വേറെ പള്ളികൾ അതിങ്ങനെയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പള്ളികളെല്ലാവരും അതിനെ സംരക്ഷിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. നിങ്ങൾ പള്ളി എടുക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയെ തിരിഞ്ഞു നോക്കണം, അതിനെ കൂടുതൽ ശ്രദ്ധിക്കണം. അതിനാണ് ആ മഹാത്ത് പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി വലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളൊക്കെ അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹ് അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു കാര്യവും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചിട്ട് കിട്ടാനില്ല.
നിങ്ങളുടെ സമയവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പണവും നിങ്ങളുടെ എനർജിയും ഒക്കെ വെറുതെ കളയുകയാണ്, വൃഥ പാഴായി പോവുകയാണ്. ഒരു കാര്യവും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചിട്ടില്ല. മാത്രമല്ല കടുത്ത നരകശിക്ഷ ശാശ്വതമായി ലഭിക്കുന്ന മാർഗമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടൽ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തൽ, അള്ളാഹു അല്ലാത്തവരോട് ആവലാദികൾ ബോധിപ്പിക്കൽ, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യൽ. ഇതൊന്നും പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ എത്ര വലിയ പ്രശസ്തനാണെങ്കിലും എത്ര വലിയ പേര് കേട്ടവനാണെങ്കിലും നിങ്ങൾക്ക് അനുയായികൾ ഉണ്ടെങ്കിലും ഒരുപാട് ആളുകൾ കയ്യടിക്കാനുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ തക്ബീർ മുഴക്കാനുണ്ടെങ്കിലും നിങ്ങളുടെ മരണത്തോടെ മഹാനിർഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നെടുക്കുന്നത്. നിങ്ങൾ ഖബറിൽ എത്തുമ്പോൾ തന്നെ വിവരം അറിയും. നിങ്ങൾ പറഞ്ഞ് വയല് പറഞ്ഞ് തെറ്റിച്ച് ലലാലത്തിലേക്ക് തിരിച്ചുവിട്ട ഈ ഖൗം മുഴുവനും പരലോകത്ത് ഹാജരായി. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅൽ അദാബ വതഖത്തഅത ബിഹിമുൽ അസ്ബാബ്. ഇപ്പോൾ വലിയ തക്ബീർ മുഴക്കിക്കൊണ്ട് ആനയിച്ചു കൊണ്ടുവരുന്ന മഹാപണ്ഡിത സമൂഹമുണ്ടല്ലോ, ആ പരലോകത്തെത്തുമ്പോൾ അനുയായികളും അതുപോലെ തന്നെ നേതാക്കന്മാരും തമ്മിൽ തെറ്റിപ്പിരിയുന്ന കാര്യമാണ് വിശുദ്ധൻ പറയുന്നത്. ഒഴിഞ്ഞുമാറും, ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ പാട്ടിന് പോകും. അങ്ങനെ നിങ്ങൾ അറിയാതിരിക്കുന്നത്, നിങ്ങളല്ലേ ഞങ്ങളെ പഴി വെപ്പിച്ചത്, ഹൗലായി അവല്ലൂന, ഇവരാണ് ഞങ്ങളെ പറഞ്ഞ് ധാരാളം പറഞ്ഞ് ബൈത്തുകൾ പാടി പദ്യങ്ങൾ പാടി കഥകൾ പറഞ്ഞ് വലിയ വലിയ ആവേശത്തോടു കൂടി സംസാരിച്ച് ഈ വലാലത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചത് പടച്ചവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും ശിക്ഷയിൽ സമന്മാരാണ്. പറഞ്ഞ് പഴപ്പിച്ച പണ്ഡിതന്മാരും അനുസരിച്ച് ആ പിഴവിലേക്ക് നീങ്ങിപ്പോയ ആളുകളും ശിക്ഷയുടെ കാര്യത്തിൽ അവർ രണ്ടുപേരും തുല്യരാണ്. ഒരു വിട്ടുവീഴ്ചയും കിട്ടില്ല അവർ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ. സഹോദരന്മാരെ, ഈ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പാണ് അതിന്റെ അവസരം. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പാണ് അതിന്റെ അവസരം. അപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്. അള്ളാഹുവേ, ഞാൻ ഒരുപാട് നിന്റെ വിഷയത്തിൽ എനിക്ക് അമാന്തം സംഭവിച്ചിട്ടുണ്ട്, എന്റെ വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥമായ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ്. മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അവൻ ഉറപ്പായും സ്വർഗത്തിലാണ്. പക്ഷെ ആർക്കാണ് അത് സാധിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണം കൈവരിക്കാൻ സാധിക്കുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയ ആളുകൾക്ക് സാധിക്കുള്ളൂ. കാരണം അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഭാഗ്യം. സഹോദരന്മാരെ, മറ്റൊരു കാര്യം, ഈ പള്ളികൾ ഇവിടെ ഉള്ളപ്പോൾ അതിന്റെ വെളിച്ചം ഈ മഹലിലൊക്കെ പരക്കണം. പള്ളികൾ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിനെ ആരാധിക്കാനും അതുപോലെ തന്നെ ഇസ്ലാമികമായ പ്രഭാഷണങ്ങൾ നടക്കാനും ഖുർആൻ ക്ലാസുകൾ നടക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഉള്ളതാണ്. അതിനാണ് പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തതെന്നാണ് സൂറത്തുൻ നൂറിൽ പറയുന്നത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അപ്പോൾ അള്ളാഹുവിന്റെ പ്രകാശവും അള്ളാഹുവിന്റെ വെളിച്ചവും തങ്ങി നിൽക്കുന്ന സ്ഥലം ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാണ്. അതിനല്ലാഹു അൻ തുർഫഅ, ആ വീടുകൾ പടുത്തുയർത്താൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു. വയുദ്കറ ഫീഹാ ഇസ്മുഹു, അള്ളാഹുവിന്റെ നാമം അവിടെ അനുസ്മരിക്കപ്പെടണം, പടച്ചവന്റെ നാമം അനുസ്മരിക്കപ്പെടണം. നമസ്കാരം അങ്ങനെ നല്ല ഒരു ദിക്റാണ്. തുടക്കം മുതൽ അവസാനം വരെയും പ്രാർത്ഥനയും ദിക്റുകളും ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ശരീരം കൊണ്ടുള്ള കുമ്പിടലും ശരീരം കൊണ്ടുള്ള സുജൂദും ഒക്കെ ആരാധനയാണ്. അങ്ങനെയുള്ള ദിക്ർ പ്രഭാത പ്രദോഷ വേളകളിൽ അള്ളാഹുവിന്റെ ആ മഹത്വത്തെയും വിശുദ്ധിയെയും വാഴ്ത്തിക്കൊണ്ട് ആളുകൾ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ പള്ളികളാണ് നമ്മളിപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിൻ്റെ എല്ലാ അന്തസ്സോടുകൂടിയും അത് നിലനിർത്താൻ സാധിക്കണം. പലപ്പോഴും പല സ്ഥലത്തും പള്ളികൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ഹിദായത്തിലാകും. കാരണം അവരൊക്കെ ബുദ്ധിയുള്ളവരാണ്, കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാകുന്നവരാണ്. മനുഷ്യനാണല്ലോ അള്ളാഹു വിശേഷ ബുദ്ധി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഹൗസിലൊക്കെ ചില ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറയും, എന്റെ അവസ്ഥ മഹാപരിതാപകരായിരുന്നു മുമ്പ്. ഞാനൊക്കെ ഇതുപോലുള്ള നിങ്ങളെ പരിപാടികൾക്കൊക്കെ കല്ലെടുത്തെറിഞ്ഞ ആളാണ്. എന്തെങ്കിലും ഒരു സൗകര്യം കിട്ടുമെങ്കിൽ അതിനൊരു തകരാറുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇന്ന സ്ഥലത്ത് ഞാനൊരു പ്രഭാഷണം കേട്ടു, ഇന്ന സ്ഥലത്ത് ഒരാൾ എന്നെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു, ഇന്ന സ്ഥലത്ത് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു, ഞാൻ അതിന്മേൽ സ്റ്റെക്കായി. എൻ്റെ ഭാവി എന്താണെന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അങ്ങനെ
ഞാൻ അല്പം ചിന്തിച്ചപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഞാൻ പഠിക്കണം, മനസ്സിലാക്കണം എന്നൊരു ബോധം എനിക്കുണ്ടായി. അങ്ങനെ ആ വലിയ എതിർപ്പ് മാറ്റിവെച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇതുവരെയും വളരെ പഴച്ച മാർഗത്തിലായിരുന്നുവെന്നും യഥാർത്ഥമായ അള്ളാഹുവിന്റെ മാർഗം ഇതാണെന്നും മനസ്സിലാക്കി ഞാൻ ഈ വഴിക്ക് വന്നതാണ്. അന്ന് മുതൽ ഇന്നേ വരെ ആ പരിപാടിയുടെ സംഘാടനത്തിലും വേല സംഘടിപ്പിക്കുന്നതിലും നോട്ടീസ് അടിക്കുന്നതിലും അത് വിതരണം ചെയ്യുന്നതിലും പണ്ഡിതന്മാരെ പോയി ക്ഷണിക്കുന്നതിലും എല്ലാ കാര്യത്തിലും വളരെ ആവേശപൂർവ്വമായി പങ്കെടുക്കുന്നു. മുമ്പ് എന്തൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയോ അതിന്റെയൊക്കെ പ്രായശ്ചിത്തം എന്ന നിലക്ക് യഥാർത്ഥ തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരെ ഞങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ സഹോദരന്മാരെ. അതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഈ പള്ളികൾ അതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ ഹിദായത്തിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദീർഘമായ പ്രസംഗമല്ല, നല്ല നല്ല പ്രസംഗങ്ങൾ എനിക്ക് ശേഷം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പവിത്രമായ ഈ പള്ളി അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. കാരണം ആ പള്ളികളുമായി നമ്മുടെ ഹൃദയങ്ങൾ ബന്ധപ്പെടുന്നത് പരലോകത്ത് തണൽ കിട്ടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവനാണ് 7 ആളുകളിൽ ഒരാൾക്ക് പരലോകത്ത് തണൽ കിട്ടുക. ഇതേ പ്രകാരം തന്നെ ആ പള്ളികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ എല്ലാവിധത്തിലുള്ള നന്മകൾക്കും നിമിത്തമായി തീരുന്നത്. അതുകൊണ്ട് ആ പള്ളികളുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ സുദൃഢമാക്കണം. പ്രത്യേകിച്ച് സുബഹി ജമാഅത്ത് വീട്ടിൽ അല്ല പുരുഷന്മാർ നിർവഹിക്കേണ്ടത്. നിങ്ങൾ വീട്ടിൽ പലപ്പോഴും ചില ആളുകളൊക്കെ മുസല്ലൊക്കെ കരുതി അവിടെ നിസ്കരിക്കും, പോരാ പള്ളിക്ക് വരണം. അപ്പൊ നമ്മൾ ആളുകൾ പള്ളിയിൽ വന്നു ചോദിക്കും, അബ്ദുറഹ്മാനോട് എഴുതി മൂസാക്കനെന്ന് കാണാത്തത്. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ മൂസാക്കക്ക് ഭയങ്കര പനിയാണ്. 2-3 ദിവസമായി വളരെയധികം കൊരയും പനിയും ബുദ്ധിമുട്ടും രോഗവുമാണ്. എല്ലാവരും ജമാഅത്തായി നമസ്കരിച്ചിട്ട് 1-2 ആൾക്കാർ നമ്മൾ മൂസാക്കൻ്റെ അടുത്ത് പോയി നോക്കുക എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അപ്പൊ പോയി നോക്കുമ്പോൾ അദ്ദേഹം വളരെ അവശനായി കിടക്കുകയാണ്. ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആശ്വാസം പകരാനും രോഗസന്ദർശനം നടത്താനും ആയിരക്കണക്കിന് മലക്കുകൾ രോഗസന്ദർശനം നടത്തിയ വ്യക്തിക്ക് വേണ്ടി പുലരുവോളം രാത്രിയാണ് സന്ദർശനം നടത്തിയെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. അപ്പൊ ജമാഅത്തായി നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ ആ പള്ളിയിലാണ് നാട്ടുകാർ ആണുങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അവിടെ അങ്ങനെ കൃത്യമായി ജമാഅത്തിനെത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് സുബഹി ജമാഅത്ത് നിങ്ങൾ ജമാഅത്തായി വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ നിന്ന് നമസ്കരിക്കുക, എന്നിട്ട് പുറത്തിറങ്ങി പള്ളിയിൽ വരിക. പള്ളിയിൽ വന്നിട്ട് അവിടെ തഹിയ്യത്തുൽ മസ്ജിദ് 2 റക്അത്ത് നമസ്കരിക്കുക. അത് കഴിഞ്ഞ് ദിക്റുകളോ ഖുർആൻ പാരായണമായിട്ട് അവിടെ കുറച്ച് കാത്തിരുന്ന് അപ്പോഴേക്ക് ഇമാമ് വന്നു, ഇഖാമത്ത് കൊടുത്തു, നമസ്കാരം നിർവഹിച്ചു. എന്നാൽ വഹുവ ഫീ ദിമ്മത്തില്ലാ, പിന്നെ ഓൻ അള്ളയാണെന്ന് നോക്കണത്. നിങ്ങൾക്ക് എന്താ പിന്നെ വേണ്ടത്? ജമാഅത്തായ നമസ്കാരത്തിൽ സുബഹി നമസ്കാരത്തിൽ ഒരാൾ അവിടെ പള്ളിയിൽ ജമാഅത്തോടൊപ്പം പങ്കെടുത്താൽ വഹുവ ഫീ ദിമ്മത്തില്ലാ, പിന്നെ അവന്റെ സംരക്ഷണം പടച്ചവന്റെ കയ്യിലാണ്. ഒരാളുടെ എല്ലാ ദിവസവും നമ്മൾ ഇത് ആവർത്തിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം തന്നെ അള്ളാഹ് ഏറ്റെടുക്കുകയാണ്. കാവൽ, അള്ളാഹിന്റെ കാവൽ എല്ലാവർക്കുമാണ്. അള്ളാഹുവേ നീ എന്നെ സൂക്ഷിക്കണമേ, കാക്കണമേ, എനിക്ക് ഖൈറ് നൽകണമേ. എല്ലാവരുടെയും തേട്ടം അത് തന്നെയാണ്. ഇത് തേടാത്ത ആരുമില്ല. പക്ഷെ അള്ളാഹ് പ്രായോഗികമായി പ്രാക്ടിക്കലായി ഏറ്റവും ശുദ്ധമായ ഒരു സമയം, ആ സമയത്ത് പോയി കിടന്നുറങ്ങരുത്. പല ചെറുപ്പക്കാർക്കും ഒരു ചെറിയ പ്രവണത ഉണ്ട്. എന്താണ്? സുബഹിക്ക് ശേഷം ഉറങ്ങുക. ഒരിക്കലും പാടില്ല സുബഹിക്ക് ശേഷം ഉറങ്ങുന്നത്. നിങ്ങൾ നിർബന്ധമായും സുബഹിക്ക് ശേഷം നമസ്കരിച്ചതിന് ശേഷം കുറച്ചു നേരം ഖുർആൻ പാരായണം നടത്തി, ഖുർആൻ പരിഭാഷകൾ വായിക്കാൻ പറ്റുമെങ്കിൽ ഇത് വായിച്ച് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകണം. ഒരിക്കലും ഒരു മനുഷ്യന് ഒരു നല്ല ബുദ്ധിയോ നല്ല ആലോചനാശേഷിയോ സുബഹിക്ക് ശേഷം ഉറങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. അയാൾ നിങ്ങൾ എഴുതിച്ചു. നേരെ മറിച്ച് രാത്രി നേരത്തെ ഉറങ്ങണം. വെറുതെ ഈ മൊബൈലും നോക്കി റീലും കണ്ട് പിന്നെ ഏതാണിപ്പം തെരഞ്ഞെടുപ്പിന്റെ അവനാ ജയിക്കുക, അപ്പനാ ജയിക്കുക, അപ്പണ്ണാ ജയിക്കുക, ഇതിന്റെ ആലോചനകളായി ഇങ്ങനെ കഴിഞ്ഞ് മണിക്കൂറുകളാണ് കഴിഞ്ഞ് 12 മണിക്കൊന്നും ഉറങ്ങാൻ നിൽക്കണ്ട. 10 മണിക്ക് ഖലാസ്. 10 മണിന്റെ ശേഷം പിന്നെ ഉണർന്നിരിക്കരുത്. 10 മണിക്ക് അൽഹംദുലില്ലാഹ് ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലിക്കൊണ്ട് ഉറങ്ങാം. അങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 4 മണിക്ക് എഴുന്നേറ്റാൽ അവന് ആ 4 മണിക്ക് എഴുന്നേറ്റ് ഒളിവെടുത്ത് സാധിക്കുന്ന അത്ര ഖിയാമുൽ ലൈൽ നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ പ്രാധാന്യപൂർവ്വം പറഞ്ഞതാണ് സല്ലൂ ബിൽ ലൈലി വന്നാസ് നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞത് ഈ ഖിയാമുൽ ലൈലിനെ കുറിച്ചാണ്. അപ്പൊ രാത്രി 1 റക്അത്ത് അല്ലെങ്കിൽ 3 റക്അത്ത് അല്ലെങ്കിൽ 5 റക്അത്ത് അറിയാവുന്ന ഖുർആൻ ആയത്തുകൾ ഓതിക്കൊണ്ട് ഒരു 4 മണിക്ക് നീച്ച് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക.
കുറച്ചു നേരത്തെ സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അള്ളാഹുവിനെ ദിക്റും ദുആക്കും നടത്തി. കാരണം അള്ളാഹ് ഉണർന്നിരിക്കുന്ന സമയം, അള്ളാഹ് ഉറക്കില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഒരു ഉറക്കും ഒരു മയക്കവും ബാധിക്കാത്തവരാണ് അള്ളാഹു. ആ സമയത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ആരെങ്കിലും പശ്ചാത്തപിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നു. ആരെങ്കിലും എന്നോട് ആവശ്യപ്പെടാനുണ്ടോ, ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള അള്ളാഹുവാണ് ആ സമയത്ത് നമ്മുടെ മുമ്പിലുള്ളത്. സഹോദരന്മാരെ, അതൊക്കെ ജീവിതത്തിൽ പതിവാക്കി ഈ പള്ളിയിലേക്ക് നേരത്തെ സുബഹി നിസ്കരിക്കാൻ എത്തിച്ചേരുക. എല്ലാവരും ആരോഗ്യത്തിന് പ്രശ്നങ്ങളില്ലാത്തവർ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്തവർ, പ്രായം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒഴിവാക്കി അവർക്കൊക്കെ ഉതിരുണ്ട്. ആ ഉതിരില്ലാത്ത ചെറുപ്പക്കാർ, നിങ്ങൾക്ക് ഒരു ഉതിറില്ല കേട്ടോ, ഒരു ഉതിറുമില്ല. നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ഒരു ഉതിറും നിങ്ങൾക്കില്ല. നിങ്ങൾ പള്ളിയിലേക്ക് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധിയും നന്മയും പുരോഗതിയും ഈ മസ്ജിദുൽ ഹിക്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഏറ്റവും പ്രധാനമായി ഈ പള്ളിയെടുക്കാൻ പണം ചെലവാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. അതിൽ ഒന്നാമത്തേത് തന്നെ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്നാണ്. സ്വർഗത്തിൽ മൗലയു സൗത്തി ഫിൽ ജന്ന ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ, ഒരു ബടി വെക്കുന്ന സ്ഥലം. ബടി കണ്ടില്ലേ? ബടി 1 മീറ്റർ നീളവും ഒരു ചെറിയ 5 സെന്റിമീറ്റർ വണ്ണവുമുള്ള ഒരു ബടി. അത് വെക്കാൻ സ്വർഗത്തിൽ ഒരു സ്ഥലം കിട്ടിയാൽ അത് ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, അത് ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിന് പകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെയാണ് അള്ളാഹ് നിങ്ങൾക്ക് ഒരു വീട് തരാന്ന് പറയുന്നത്. എന്തിന്? അള്ളാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾ പണം ചെലവാക്കി ഒരു പള്ളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവൻ അതിന് മുക്കാഫ സമ്മാനം തരികയാണ്. അതുകൊണ്ട് ആ സമ്മാനം സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ പ്രാപ്തമാക്കട്ടെ. അതിന്റെ പിന്നിൽ പരിശ്രമിച്ചവർക്കൊക്കെ അപാരമായ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും അവനെ മാത്രം ആരാധിക്കുന്ന മുവഹ്ഹിദുകളായ, തൗഹീദിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം നടത്തുന്ന, ആ കാര്യത്തിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന, പരസ്പരം സഹകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.